കുളി ഞാനതല്ലേ മിണ്ടാതിരുന്നേ. നോ ഓൾ സെറ്റ് ഗൈസ്. നമുക്ക് ആദ്യം ഫുഡ് പോയി കഴിക്കാം. ഓക്കെ, നടന്നു പോയി ഫുഡ് കഴിക്കാം എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആദ്യം സാധനങ്ങളെല്ലാം കാറെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. സോ ലെറ്റ്സ് ഗോ. കീ എടുത്തു. ഇവിടെ ഫുൾ മഞ്ഞാണ് ഗൈസ്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേയിൻ്റെ ഫ്രണ്ടിൽ ഫുൾ മഞ്ഞ് കണ്ടാ. സോ ഞാൻ അവരെ വിളിച്ചോണ്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്നതാ. നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഹായ്, നിങ്ങൾ കപ്പിൾസ് മാച്ചാണല്ലോ. നിങ്ങൾ കപ്പിൾസ് ഒരു മാച്ച് പോലുണ്ടോ? എവിടെ ഫുങ്കി? എവിടെ? ഓ, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാത്തിനും വിളിച്ചോണ്ട് ഇറങ്ങി ഗൈസ്. നമുക്ക് കഴിക്കാൻ പോവാം. എങ്ങോട്ടാ വഴി? ഗൂഗിൾ മാപ്പ്. അമൽ ഇതിൽ ജാക്കറ്റ് മാത്രമേ ഞാൻ വന്നിരുന്നു. വാങ്ങാനുള്ള പൈസ ഇല്ലാത്തോണ്ടല്ലോ. അല്ല, ഐ ആം സോ ഹോട്ട്. ഭയങ്കര ചൂടനാ. ടോക്സിക് ഒബ്ജക്റ്റീവ് തെറ്റിപ്പോയി. പാളിച്ചല്ലോ. ഒബ്ജക്റ്റീവ് ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഡയറക്ഷൻ മാറി. ഇതിന്റെ വീഡിയോ എടുത്തോ? ഞാൻ അവിടെ നടന്നു നമുക്ക് വേഗം നടന്നു. ഓ മൈ ഗോഡ്, സീറ്റ് സൂപ്പർ ആയിട്ടുണ്ട്. അച്ചടിച്ചതൊക്കെ തേഞ്ഞു മഞ്ഞു പോയി. നോക്കി മോനെ ജോർഡൻസ് ഇങ്ങനെയാണ്. താൻ ആരാ? ബ്രേക്ക്ഫാസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളാലോ. നീ കഴിക്കില്ല? ആക്ച്വലി ചോക്ലേറ്റിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് മാഷ്മല്ലോ കൊണ്ടുവന്നത്. നമുക്ക് ആമസോണിൽ കിട്ടാറുണ്ട്. മാഷ്മല്ലോ വേണ്ടായിരുന്നു. നമുക്ക് ആമസോണിൽ തരാറുണ്ട് മാഷ്മല്ലോ വിത്ത് ഹോട്ട് ചോക്ലേറ്റ്. എടാ അവസാനം കുഞ്ഞു പെണ്ണെ കുഞ്ഞിരിക്കണ്ടോ? ഇതില് കുറച്ച് പുല്ല് കൂടുതലാണല്ലോ. ട്രോള് അതിന്റെ പേരിൽ ട്രോൾ ഉണ്ടാക്കി കുഞ്ഞാണതിനൊന്നും പറയുന്നത് ചിലപ്പോ കരയും. അതാണെങ്കിൽ നമ്മളോട് എടുക്കാനായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാ അരമണിക്കൂർ സാമ്പാർ എന്നിട്ട് എന്നാ തീർത്തേ? നമ്മളത് ഒരാഴ്ച കഴിഞ്ഞിട്ട് സാമ്പാർ എടുത്ത് തീർത്തേ. അത് എടുത്താ നീ നല്ല ഇറച്ചി ഉണ്ടാക്കി വെച്ച് നോക്കിയ ഞാൻ തീർക്കും. അതാണ് വ്യത്യാസം. ഒരു മന്തി മന്തി ഒരു വലുതുണ്ടാകും, കുഞ്ഞു ചെരുവ. പക്ഷെ എന്താ ഞാൻ മന്തി കുക്കറിൽ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുള്ളൂ. പാത്രത്തില് എനിക്ക് അത്ര ഞാൻ ഇന്റർവ്യൂ നടത്തുന്ന പോലെ ഉണ്ട്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇവരുള്ളതല്ലേ ശനിയാഴ്ച ട്രൈ. ബട്ട് ഇവര് ഞായറാഴ്ച ഉച്ചയ്ക്ക് പോകും. ഞായറാഴ്ച ഈവനിങ് ആക്കാൻ പറ്റുമോ നിങ്ങളുടെ പോക്ക്? നിങ്ങൾക്കാർക്ക് ഞായറാഴ്ച ഷിഫ്റ്റില്ല? എനിക്കുണ്ട്. ഗുഡ് അമൽ മണി. മടിയന്മാർക്കൊന്നും അടി അടി അടി. ഞാൻ മാനേജറിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ലീവ് എടുത്തു. മര്യാദയ്ക്ക് ലീവ് വന്നു. ഞാൻ സിക്ക് ഇടുന്നു.
ഈ മുഖം കണ്ടിട്ട് ഭീഷണിപ്പെടുത്തിയത് തോന്നുന്നുണ്ടോ? ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ ശരിക്കും? അറിയില്ല. ആകെ 3 മണിക്കൂറാ വെളിച്ചുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എവിടെയെങ്കിലും കാണണം എന്തെങ്കിലും. നമുക്ക് സ്നോമാൻ അത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതല്ല ഇത് വേറെ. ഇവൻ എവിടെ ഇരുന്നോ അവിടെ വഴക്കുണ്ട്. നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ? എന്താ? ലോച്ച്നെസ്സിലേക്കാണ്. ലോഞ്ച്നെസ് മോൺസ്റ്റർ എന്ന് കേട്ടിട്ടില്ലേ? വെള്ളത്തിൽ ഇങ്ങനെ നമ്മളതിനെ കാണാൻ പോവാം. അവിടെ അതാ തൃശ്ശൂർ. അവിടെ എന്തൊരു താഴ്ച. അവിടെ 200 മീറ്റർ ഡീപ്പാ അവിടുത്തെ വാട്ടറിൽ. മോൺസ്റ്ററിന് മിത്താണോ എന്ന് അറിയാനായിട്ട് ആദ്യം അനന്തം പ്രകാശം ഇട്ടു വെള്ളത്തിലേക്ക് അതെങ്ങാനും വന്ന അനന്തം പ്രകാശം തിന്നുവാണെങ്കിൽ ടൂത്ത് പിക്കിനായിട്ട് കുഞ്ഞനത്തും ഇട്ടു. എന്റെ വീട്ടിൽ പെട്ടിക്ക് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഡൈവ് ചെയ്തിട്ട് തരാം. ഇവന് 200 മീറ്റർ ഡീപ് ഡൈവ് ചെയ്തിട്ട് തരാം. സ്ക്യൂബ ഡൈവിന് എക്യുപ്മെന്റ്സ് ഒക്കെ തന്നാൽ മതി. ഒരു തോർത്തും കുറച്ച് വെളിച്ചെണ്ണ മതി. ഞാൻ എവിടെ കുളിക്കാൻ വന്നല്ല. ഒരു വെടി ഞാനല്ലേ മിണ്ടാതിരുന്നേ. ഞാൻ ആലോചിക്കും ഞാൻ തന്നെ പാതി വഴി നോക്കിയിരിക്കുന്നു. എന്താ നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? എനിക്കറിയാം. ഒരുപാട് സോ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഉർക്ക് ഹാർട്ട് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. സോ ഒരു കാസിലാണ്. നമ്മൾ കാസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. കാസിൽ ഇവിടുന്ന് കാണത്തില്ല അല്ലേ? നമുക്ക് കാസിലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. കാരണം കാസിലിൻ്റെ ഇന്ന് മഞ്ഞൊക്കെ ആയത് കാരണം സ്റ്റാഫ്സ് ഒന്നും വന്നിട്ടില്ല. സോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്. ഒരു കുഞ്ഞു മൂവി സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമുക്കത് കാണാം. അതാണ് ടൗൺ ഹൗസ്. അടുത്ത ടൊറൻറ്റോ 95. ആറ്റിക് അതവിടെ ആ കണ്ടു കണ്ടു. പിന്നെ ലോഡ്സ് ചേംബർ. ഓക്കെ. ലോഡ്സ് ബെഡ് ചേംബർ. ബെഡ് ചേംബർ ഉള്ളിൽ കൂടെ കാണാമോ? ഓ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാമല്ലോ. നോക്കട്ടെ. അങ്ങനെയല്ല
അല്ലെ കിടക്കിന് ഒളിഞ്ഞു നോക്കുന്നു. ബെഡ് ചേമ്പർ കാണാലോ എത്തി വലിച്ചു നോക്കുക. ഇത് പിന്നെ ക്ലോസ് കാസിലിന്റെ ഫുൾ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കണ്ട പാട്ടാണ് അവിടെയാണ് ഫുഡൊക്കെ സ്റ്റോർ ചെയ്തത്. നീ ഉദ്ദേശിച്ച മാൾട്ടല്ല അത്. പിന്നെന്തുകൊണ്ട് ഫുഡ് ആൻഡ് സ്റ്റോറേജ് എന്നല്ല പറഞ്ഞ നീ ഉദ്ദേശിച്ച മറ്റേതല്ലേ. അത് നമ്മൾ അങ്ങനെ പുറത്ത് വരാൻ പാടില്ല. തെറ്റിച്ച് ഗ്ലെൻ പിടിച്ചെന്നാ പറയണത്. പക്ഷേ സൈലന്റാ. ഇവർക്കറിയാം പേര് അങ്ങനെ പറയാം. അല്ല, ഇത് ആക്ച്വലി നമ്മുടെ ന്യൂസിലൻഡിലുള്ള ഒരു ഇതിൻ്റെ ആള് പറഞ്ഞത് പുറത്ത് അടിപൊളി വ്യൂ ആണെന്നാ പറഞ്ഞത്. സോ ലെറ്റ്സ് ഗെറ്റ് ഔട്ട് സൈഡ്. മഞ്ഞ് പെയ്തേക്കുന്ന കാരണം കാസലിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ എല്ലാം റിബൺ വെച്ച് കെട്ടി ക്ലോസ് ആക്കിയിട്ടിരിക്കുക. സോ നമുക്ക് അവിടം വരെ പോകാൻ പറ്റില്ല. ഇത്ര അകന്ന് നിന്നേ നമുക്ക് കാസിൽ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. സാരില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു തിയേറ്റർ ഉണ്ട്. നമുക്ക് ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി ഒരു കുഞ്ഞു മൂവി ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. നമുക്ക് സിനിമ കാണാൻ പോവാം ഗൈസ്. ഇൻ 4 minutes സിനിമ തുടങ്ങും. നമ്മളെല്ലാവരും തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. സിനിമയുടെ പേര് കാസ്റ്റിൽ ബൈ വേൾഡ് ഫയർ ആൻഡ് സോഡ്. ഒക്കെ സിനിമ കണ്ടിട്ട് വരാം. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് സിനിമ കാണാൻ റെഡി അല്ലേ? റെഡി അല്ലേ? സിനിമ ഇതിന് 7 pound ഉള്ളൂ ഗൈസ്. മിനി ബോട്ടിൽ മങ്കി ഷോൾഡർ ആണോ? സ്കോട്ട് മങ്കീഷ് ഷോൾഡർ. ഇതെന്താണെന്നറിയോ? ഇല്ല. ഇത് ഇവിടെ എക്സ്ട്രാ വരുന്ന കുരങ്ങന്മാരുടെ ഇവിടെ നിന്ന് ഒരു നെയ്യ് എടുക്കും. അതും വെച്ച് ഉണ്ടാക്കുന്ന സാധനം. ശരിക്കും നോക്കി അതിൻ്റെ ബാക്കിലെ പ്രൈസ് 6 കൊണ്ടുള്ളൂ. 6 pound. ഞാൻ സോവനിയർ തപ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാണ് എനിക്ക് ഈ സാധനം മാഗ്നറ്റ് കിട്ടി. നല്ല രസമുണ്ട് കാണാൻ. വലിയ വിലയില്ല. പക്ഷെ വേറെ ഒന്നും കൊള്ളാവുന്നതില്ല ഗൈസ്. വേറെ ഉള്ളതൊക്കെ പെൻസിലുണ്ട്. പിന്നെ ഈ സാധനം കൊള്ളാം. സ്നോ വൈറ്റ് അല്ല, സ്നോ വൈറ്റ് അല്ലല്ലോ, ഫ്രോസൺ ഐസ്ക്രീം. ഗൈസ്, ആരോ ഇവിടെ സ്നോമാനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. പക്ഷെ സ്നോമാൻ്റെ തലയൊക്കെ പോയെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് ഇവിടുത്തെ സ്നോമാൻ. കൊള്ളാം, കുഴപ്പമില്ല. ഞാനല്ല, സ്റ്റെഫിയാണ്. സ്റ്റെഫി പൊട്ടിയില്ലല്ലോ അത്. ഇതുണ്ടാക്കിയ സ്നോമാൻ ഇങ്ങനെ ഞാൻ കേക്കിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ആ കേക്കിൽ വിളിക്കാൻ ബിസ്കറ്റിന്റെ ബാഗില് ഓക്കെ കമോൺ. കൊണ്ടില്ല ഗൈസ്. വൈറ്റ് ബോൾ. തലയുടെ പൊളിക്കുന്ന സാധനം.
നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഫുഡിൻ്റെ ഷോപ്പ് തപ്പി നടക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ഉള്ള ഒരു ടൗൺ സെൻറ്റർ, ഇതിൻ്റെ ഇവിടെ അടുത്ത് കുറേ ഫുഡ് സെൻറ്റർ കാണിച്ചു. നമുക്ക് ഏതെങ്കിലും ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം. സമയം എത്രയായി ആദർശ്? 2:45. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വരും. മൊത്തം മഞ്ഞാണ്. സോ നമുക്ക് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് കാണാം. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. സോ വെട്ടമൊക്കെ കുറഞ്ഞു തുടങ്ങി. വെട്ടം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇറങ്ങിയപ്പോഴേക്ക് ഇരുട്ടായി ഗൈസ്. സാരല്ല, നമുക്ക് കുറച്ച് ഇനി അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും നോക്കാം. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ലെറ്റ്സ് ഗോ. Nothing. വീഡിയോ എടുത്തിട്ട് സ്ലൈഡ് ചെയ്ത് പോയിട്ട് അവിടെ വളർത്തി വിടും. പോടാ, വീട് നോക്കിയാലോ? നമ്മൾക്ക് ഭ്രാന്താണ് ഗൈസ്. മഞ്ഞ് വീണ് മഞ്ഞ് ടോട്ടലെല്ലാം മഞ്ഞ് കിട്ടി. ഞാൻ മഞ്ഞത്ത് പോണ ഒരു മനുഷ്യനെ കണ്ടു. അതാണ് അനന്തമാലയിലെ ജയപ്രകാശ്. അയ്യോ പോയി. ഇപ്പൊ ഞാൻ പോയേനെ. നൈസ്. A few inches later. ഓ ഹേർട്ടായിരുന്നോ? ഓ യാ, എവിടെ ഇത് കണ്ടിട്ട് തോന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഹാർട്ട് കുഞ്ഞനന്തൂന്റെ ഹാർട്ട്. അമ്മേ നിക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കട്ടെ. ഓക്കെ, ഉരുട്ടിക്കോ. ഓ എന്ത് പറ്റിയ മറുപടി? ജാപ്പനീസ് സിനിമയൊക്കെ ഇല്ലേ? പോയിട്ട് Amarmani, no. Do you wanna make a snowman? No. ക്രിസ്മസ് അപ്പൂപ്പനാക്കി കളഞ്ഞല്ലോ. Do you wanna make a snowman? No. No. എത്തിയില്ല. വീഴും വീഴും വീഴും. അയ്യോ.
എന്തോ നോ നോ അമൽമണി is my target, guys. അമൽമണി എന്റെ ചെറുതല്ലേ? ഹെൽമെറ്റ് ഉള്ളതല്ലേ? കല്ല് 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 ഒന്നും പറ്റില്ലല്ലോ. ആദർശേ എന്തോ ഞാനും അമൽമണിയും കൂടെ സ്നോമാനെ ഉണ്ടാക്കി. പക്ഷെ സ്നോമാനെ വെക്കാൻ കണ്ണ് മാത്രം കിട്ടിയില്ല ഗൈസ്. ഞങ്ങളുടെ സ്നോമാനെ കാണിച്ചു തരാം. പക്ഷെ കണ്ണും മൂക്കും കിട്ടില്ല. നമുക്കത് എഡിറ്റ് ചെയ്ത് കേൾക്കാം. എൻ്റെയും അമൽമണിയുടെയും സ്നോമാൻ ഗൈസ്. അതെ. ടടടടാ. അയ്യോ അയ്യോ അപ്പൊ ഞങ്ങളുടെ സ്നോമാൻ. ഇനി നമുക്ക് പോവാം. വാ. എന്റെ സോറി, തരണോ? നെക്സ്റ്റ് ടൈം. അയ്യോ വേണ്ട. നമ്മുടെ ഒരു മെമ്മറി, നമ്മളെ ഒരു ഇതിനു വേണ്ടി അവിടെ ഇരുന്നു. ഒരു മൂക്ക് വെച്ചാലോ? ഞാൻ ഞങ്ങളുടെ സ്നോമാൻ. ഇനി അനന്തു വണ്ടി എടുക്കാൻ പോയേക്കാണ്. സോ വണ്ടി എടുത്തോണ്ട് ഈ വഴിക്ക് വരാമെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. സോ ഇനി വണ്ടി എടുക്കുന്നു. ഇനി വേറെ സ്പോട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നേരെ വീട്ടിലേക്ക് പോകുന്നു. ലെറ്റ്സ് ഗോ. അറിയാവുന്ന പാട്ടില്ല. രാവിലെ കഷ്ടപ്പെട്ട് മുടിയൊക്കെ കേൾ ചെയ്തതാ. പക്ഷെ മഞ്ഞുകൊണ്ട് എല്ലാം സ്ട്രൈറ്റ് ആയി പോയി ഗൈസ്. സാരില്ല, പോട്ടെ.